നമസ്കാരം. പ്രധാന വാർത്തകൾ. മധുരയെ ചെങ്കടലാക്കിയ മഹാറാലി. CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് സമാപിച്ചു. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം 16,000 റെഡ് വോളണ്ടിയർ പങ്കെടുത്ത മാർച്ചോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. 2 ലക്ഷത്തോളം പേർ പങ്കെടുത്ത സമ്മേളനത്തിൽ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, PB അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. എമ്പുരാൻ രാഷ്ട്രീയ സിനിമ അല്ലാതിരുന്നിട്ടും ആക്രമണം നേരിട്ടെന്നും സെൻസർ ബോർഡിനേക്കാൾ വലിയ സെൻസർ ബോർഡായി RSS പ്രവർത്തിക്കുകയാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. മധുര പാർട്ടി കോൺഗ്രസ് CPM ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന് MA ബേബി പറഞ്ഞു. SDPI നേതാവിന് വഴിവിട്ട സഹായം. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. SDPI നേതാവ് ഷൗക്കത്ത് അലിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് ഗ്രേഡ് SI സലീമിനെയാണ് എറണാകുളം റൂറൽ SP സസ്പെൻഡ് ചെയ്തത്. പോലീസ് ക്യാൻറ്റീൻ ID ദുരുപയോഗം ചെയ്ത് TV അടക്കം വാങ്ങിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. പോലീസുകാർക്കും കുടുംബത്തിനും മാത്രമേ ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ പാടുള്ളൂവെന്നിരിക്കെയാണ് വഴിവിട്ട സഹായം നൽകിയത്. ഇതാണ് നടപടിക്ക് കാരണം. തിരുവനന്തപുരത്ത് വാഹനത്തിനകത്ത് ഡ്രൈവർ മരിച്ച നിലയിൽ. ഉണ്ടപ്പാറ സമീപത്ത് ഓട്ടോയിലായിരുന്നു ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുവിക്കര ശ്രീകുട്ടി സൗണ്ട്സ് എന്ന സ്ഥാപനം നടത്തുന്ന നസീറാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഉച്ചയ്ക്ക് 1 മണി മുതൽ പള്ളിക്ക് സമീപം വണ്ടി പാർക്ക് ചെയ്തിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. രാത്രി നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. നാളെ ഹർത്താൽ. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കയറങ്കോട് സ്വദേശി അലനാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്ക് പരിക്കേറ്റു. അലന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇരുവരും വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ആനയുടെ ആക്രമണം. കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. അതേസമയം കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മുണ്ടൂരിൽ നാളെ പ്രാദേശിക ഹർത്താലിന് ആഹ്വാനം ചെയ്ത് CPM. കാട്ടാനകൾ ഇറങ്ങിയത് വനംവകുപ്പിനെ കൃത്യമായി വിവരം അറിയിച്ചിരുന്നുവെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസ് പറഞ്ഞു. വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും CPM നേതാവ് കുറ്റപ്പെടുത്തി. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകുന്നു. ജോസ് കെ മാണി. ഉത്തരേന്ത്യയിൽ ഒരു കാരണവുമില്ലാതെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണെന്ന് ജോസ് കെ മാണി MP. ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവർ തന്നെ മർദ്ദനത്തിന് മുന്നിൽ നിൽക്കുകയാണെന്നും പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുതയെന്നും ജോസ് കെ മാണി പറഞ്ഞു. മതേതരത്വം ഒരു അത്ഭുതമാണ് ഇന്ത്യയിൽ. എന്നാൽ ആ ഭരണഘടനയെ ചിലർ തകർക്കുകയാണ്. ഒരു മതവിശ്വാസത്തിനും സാധിക്കില്ലെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ ആസൂത്രിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകുകയാണെന്നും ഇതിന് സംസ്ഥാനങ്ങൾ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.